ഹലോ മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അസ്ത്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമനിസം അല്ലേ, മാനവികത എന്ന് പറഞ്ഞ പാഠമാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ. അപ്പോൾ ക്ലാസ് കാണാത്തവർ ആദ്യം കാണാം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തെടുത്ത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ പേജ് നമ്പർ 10 ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. അതിനു മുമ്പേ നമ്മൾ എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പേജ് നമ്പർ 11 നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് കോളം ഉണ്ട്, കണ്ടുവാ. എന്താ നോക്കിയേ, ദ ബ്ലാക്ക് ഡെത്ത് ഈസ് ദ എപ്പിഡമിക് ദ റവേജ് യൂറോപ്പ് ബിറ്റ്വീൻ 1347 ആൻഡ് 1351. അതായത് യൂറോപ്പിലുണ്ടായ വലിയൊരു മഹാമാരിയാണ് എന്ത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ബ്ലാക്ക് ഡെത്ത് 1347 1359 ഇടയിലാണ് യൂറോപ്പിലുണ്ടാകുന്നത്. യൂറോപ്പിനെ തകർത്തെറിഞ്ഞ ഒരു മഹാമാരിയാണ്, മാരകമായ രോഗമായിരുന്നു ഇത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞാൽ. നോക്കുക, ബ്ലാക്ക് ബോയിൽസ് അപ്പിയർഡ് ഓൺ ദോസ് ഹൂ വർ അഫക്റ്റഡ് ബൈ ദി ഡിസീസ്. ഈ രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ ഒരു കറുത്ത കുമിളകൾ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് വൈ ദ ഡിസീസ് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഡെത്ത്. അപ്പോൾ ഈ കറുത്ത കുമിളകൾ ശരീരത്തിൽ രൂപപ്പെട്ടതുകൊണ്ടാണ് ഈ രോഗത്തിന് എന്ത് പേര് വന്നേ, ഈ ദുരന്തത്തിന് എന്ത് പേര് വന്നേ, കറുത്ത മരണം എന്നുള്ള പേര് വന്നേ. ഓക്കെ, ദെൻ ദിസ് എപ്പിഡമിക് സ്പ്രെഡ് ത്രൂ ദ ഫ്ലീസ് ക്യാരിഡ് ബൈ റാറ്റ്സ് ദാറ്റ് റീച്ച്ഡ് യൂറോപ്യൻ പോർട്ട്സ് ബൈ മെർച്ചൻ്റ് ഷിപ്സ്. അതായത് വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂറോപ്പിലേക്ക് വന്ന കപ്പലുകളിൽ അതിലെത്തിയ എലികളുടെ ചെള്ള് ഫ്ലീസ് എന്ന് പറഞ്ഞാൽ ചെള്ളാണ്, ചെള്ള് വഴിയാണ് ഈ രോഗം യൂറോപ്പിലേക്ക് പടർന്നു പിടിച്ചത്. ഓക്കെ, പിന്നെ നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കുക. ദ ബിബോണിക് പ്ലേഗ് വിച്ച് എറപ്റ്റഡ് ഇൻ ദ mid-14th century സെവിയർലി അഫക്റ്റഡ് ദ ഇറ്റാലിയൻ സിറ്റീസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് എന്താണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 14ാം നൂറ്റാണ്ടിൽ 1347 1351 ഇടയിൽ യൂറോപ്പിലുണ്ടായ ഈ മഹാമാരി എന്താണ്, ബ്യൂബോണിക് പ്ലേഗ് ഇറ്റാലിയൻ നഗരങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് കാറ്റാസ്ട്രോഫിക് ഇവൻറ്റ് നോൺ ആസ് ദ ബ്ലാക്ക് ഡെത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇത് എന്ത് പേരാ പറഞ്ഞത്, ബ്ലാക്ക് ഡെത്ത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, സോറി, പിന്നെ എൻ്റെ മീനിങ്. ഓക്കെ, ദെൻ ക്ലെയിംഡ് ദ ലൈവ്സ് ഓഫ് തൗസൻഡ്സ് റിസൾട്ടിങ് ഇൻ എ സെവിയർ ഷോർട്ടേജ് ഇൻ ലേബർ. അപ്പം ഈ മഹാമാരി കാരണം, ഈ മാരകമായ രോഗം കാരണം അവിടുത്തെ നഗരങ്ങളിൽ ഏകദേശം വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടു. അപ്പം ജനങ്ങൾ മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ ലഭ്യത കുറവുകൂടെ അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, സെവിയർ ഷോർട്ടേജ് ഇൻ ലേബർ എന്ന് കാണാം. ഓക്കെ, അപ്പോൾ തൊഴിലാളികളുടെ ലഭ്യത കുറവുണ്ടായി എന്നാണ് പറയുന്നത്. കോൺസിക്വൻ്റ്ലി ദിസ് പേവ്ഡ് ദ വേ ഫോർ ദ ഡിക്ലൈൻ ഓഫ് മിഡീവൽ ഫ്യൂഡലിസം ദാറ്റ് വാസ് ഹെവിലി റിലയൻഡ് ഓൺ ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഫ്യൂഡലിസം എന്ന് പറയില്ലേ, ഫ്യൂഡൽ വ്യവസ്ഥിതി എന്തുമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്നതായിരുന്നു, കാർഷിക മേഖലയെ ആശ്രയിച്ച് നിൽക്കുന്നതായിരുന്നു. അപ്പം ഈ ബ്ലാക്ക് ഡെത്ത് കാരണം ഒരുപാട് ആൾക്കാർ മരണപ്പെടുകയും തൊഴിലാളികൾ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ എന്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി, ഈ ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. ഇറ്റ് ഫെസിലിറ്റേറ്റഡ് ദ എമർജൻസ് ഓഫ് ന്യൂ കൊമേഴ്ഷ്യൽ മിഡിൽ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരത്തിൽ വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവിഭാഗം എവിടെ വളർന്നു വന്നു, ഇവിടെ വളർന്നു വരികയാണ്. ഓക്കെ, when traditional medicines failed to fight the plague, people began to explore medical science of ancient Greece and Rome. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയൊരു ലോകം കണ്ട വലിയൊരു മഹാമാരിയായിരുന്നു ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രോഗത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് നിലവിലുണ്ടായ മരുന്നുകളൊന്നും പോരാതെ വന്നപ്പോൾ, ഇതിൽ നിലവിലുള്ള മരുന്നൊക്കെ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു നോക്കിയേ, ദ പീപ്പിൾ ബെഗാൻ ടു എക്സ്പ്ലോർ ദ മെഡിക്കൽ സയൻസ് ഓഫ് ആൻഷ്യൻ ഗ്രീസ് ആൻഡ് റോം എന്നാ പറഞ്ഞത്. പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അവർ തുടങ്ങി. ഓക്കെ, ദ ടെറേഴ്സ് of the plague prompted human beings to contemplate the fleeting nature of life, seek wellness and focus on their own well-being. അപ്പോൾ ജനങ്ങൾ എന്താണ് ഈ രോഗത്തിൻ്റെ ഭീകരത, അവരുടെ ഓരോ മനുഷ്യരും അവരവരെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പം അതുപോലെ തന്നെ തങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ഈ തരത്തിലുള്ള തോട്ട്സ് ഇതിലേക്ക് പോയി. ദിസ് ഇൻട്രോസ്പെക്ഷൻ പേവ്ഡ് ദ വേ ഫോർ ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം. അപ്പം ഈ തങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കാനുള്ള ഈ രീതി ഇല്ലേ, മനുഷ്യരെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന ആ രീതി ഏതിലേക്ക് വഴികാട്ടി, ഇത് ഹ്യൂമനിസത്തിലേക്ക് വഴി തുറന്നു എന്നാണ് പറയുന്നത്. ഓക്കെ,
The prosperity, political liberty, and social unity of the cities fostered civic sense and self-respect among people. അപ്പോൾ ജനങ്ങളിൽ പൗരബോധവും അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, ആത്മാഭിമാനമൊക്കെ വളർത്തിയെടുക്കാൻ വേണ്ടി സാഹചര്യമായ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നഗരങ്ങളിലെ സമ്പത്ത്, ദ പ്രോസ്പെരിറ്റി, അതിലെ സമ്പന്നത. ദെൻ ദ പൊളിറ്റിക്കൽ ലിബർട്ടി, രാഷ്ട്രീയ സ്വാതന്ത്ര്യം. ആൻഡ് സോഷ്യൽ യൂണിറ്റി ഓഫ് ദ സിറ്റീസ്, നഗരങ്ങളുടെ ജനങ്ങളിലെ സാമൂഹിക ഐക്യം. ഇതൊക്കെ എന്താണ് ജനങ്ങൾക്കിടയിൽ ഒരു സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ്, പൗരബോധവും ആത്മാഭിമാനമൊക്കെ വളർത്താൻ വേണ്ടി സഹായകമായിട്ടുണ്ടെന്ന് പറയുന്നു. റിവൈവ്ഡ് ഇൻട്രസ്റ്റ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ് ലോ ആൻഡ് ഓർഡർ ആൻഡ് ഗവർണൻസ് ദാറ്റ് ഹാഡ് ഫ്ലറിഷ്ഡ് ഇൻ ആൻഷ്യൻ റോമൻ എംപയർ ബെഗാൻ ടു സ്പ്രെഡ് ത്രൂ ഔട്ട് ഇറ്റലി. പിന്നെ പറയാണ് റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം, ആൻഡ് ഗവേണൻസ്, അവിടുത്തെ ഭരണകൂടം, ദാറ്റ് ഫ്ലറിഷ്ഡ് ഇൻ ദ ആൻഷ്യൻ റോമൻ എംപയർ ബെഗാൻ ടു സ്പ്രെഡ് ത്രൂ ഔട്ട് ഇറ്റലി. അപ്പോൾ ഈ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനവും അതുപോലെ തന്നെ ഭരണകൂടം സംബന്ധിച്ച ആശയങ്ങളൊക്കെ എവിടെ പ്രചരിക്കാൻ തുടങ്ങി? ഇറ്റലിയിൽ മുഴുവനായിട്ട് പ്രചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. A section of the population well versed in ancient Roman law and the Latin language turned their attention to commercial pursuits. ഇപ്പം നോക്കുക, റോമൻ ഭാഷയും അതുപോലെ തന്നെ ലാറ്റിൻ നിയമങ്ങളിലൊക്കെ നല്ലപോലെ അറിവുണ്ടായിരുന്ന എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഏത് പ്രവർത്തനങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്? കൊമേഴ്ഷ്യൽ പേഴ്സ്യൂട്ട്സ് ആണ്. അപ്പം വ്യാപാരങ്ങളിൽ അല്ലെങ്കിൽ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് പറയുന്നത്. This in turn sparked a renewed interest in classical languages, literatures, institutions and antiquity. അപ്പം ഇവിടെ നെക്സ്റ്റ് പറയാം, ഇതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ ലാംഗ്വേജിലൊക്കെ വിദ്യാസമ്പന്നരായ ആൾക്കാർ വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഇവർ ഏതൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത് നോക്കിയേ. ദിസ് ഇൻ ടേൺ സ്പാർക്ക്ഡ് എ റിന്യൂഡ് ഇൻട്രസ്റ്റ് ഇൻ ക്ലാസിക്കൽ ലാംഗ്വേജസ്. ക്ലാസിക്കൽ ലാംഗ്വേജ് മീൻസ് പ്രാചീന ഭാഷകൾ, അതുപോലെ തന്നെ ലിറ്ററേച്ചർ, സാഹിത്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ആൻറ്റിക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഈ പൗരാണികതയിലൊക്കെ താല്പര്യം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. ഈച്ച് സിറ്റി ആസ്പെയർഡ് ടു ബിക്കം എ സെൻറ്റർ ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. അപ്പോൾ കലയുടെയൊക്കെ പ്രോത്സാഹനം വന്ന സമയത്ത് ഓരോ നഗരങ്ങളും എന്താവാൻ വേണ്ടി ആഗ്രഹിച്ചു? ഈ കലയുടെയും സാഹിത്യത്തിൻ്റെയൊക്കെ കേന്ദ്രങ്ങളാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, സെൻറ്റേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹിച്ചു. അണ്ടർ ദ പാട്രണേജ് ഓഫ് റൂളേഴ്സ് ആൻഡ് ക്ലർജി പീപ്പിൾ സോർട്ട് ഔട്ട്, കളക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് the remnants of ancient Rome, including paintings, manuscripts and architectural remains. Okay. അപ്പോൾ നോക്കാം, ഈ ഓരോ സിറ്റികളും ഇത്തരത്തിലെ കേന്ദ്രങ്ങളാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് അവിടുത്തെ രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവർ പഴയ അല്ലെങ്കിൽ പ്രാചീന റോമാ നഗരത്തിലുള്ള ചിത്രങ്ങൾ, അതുപോലെ മാൻസ്ക്രിപ്റ്റ്സ്, കൈയെഴുത്ത് പ്രതികൾ, അതുപോലെ തന്നെ കെട്ടിട അവശിഷ്ടങ്ങൾ, ഓക്കെ, റെമിനൻസ് ഓഫ് ആൻഷ്യൻ റോം, കെട്ടിട അവശിഷ്ടങ്ങളും ഇതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? കണ്ടെടുത്തിട്ട് സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇതാണ് പറയുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് കലയും സാഹിത്യമൊക്കെ വീണ്ടും നല്ല രീതിയിൽ പുരോഗതി പ്രാപിക്കുവാണ്. അതുപോലെ തന്നെ നഗരങ്ങളൊക്കെ സാഹിത്യത്തിൻ്റെയും കലയുടെയും കേന്ദ്രങ്ങളാവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. The rulers realized that rather than waging wars, commissioning grand buildings and fostering art and literature would be a better way to leave a lasting legacy in the minds of the people എന്നാണ് പറയുന്നത്. അതായത് എല്ലാ രാജാക്കന്മാരും എന്താണ്, അവരൊക്കെ എല്ലാവരുടെയും ആഗ്രഹം എന്താണ്? നമ്മൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുക, ജനമനസ്സുകളിൽ അനശ്വരരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഇറ്റലിയിലെ ഈ ഒരു സാഹചര്യത്തിൽ രാജാക്കന്മാർ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത്തരത്തിലുള്ള അവശിഷ്ടങ്ങളൊക്കെ, കെട്ടിടാവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെടുത്ത് അതിനെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ കെട്ടിടങ്ങൾ നിർമ്മിക്കുക, കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ. ഒരു യുദ്ധം ചെയ്ത ഓർമ്മകളിൽ സ്ഥാനം പിടിക്കുന്നതിനേക്കാൾ ഗുണം ഇത്തരത്തിലുള്ള കലയൊക്കെ പരിപോഷിക്കുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് രാജാക്കന്മാർ മനസ്സിലാക്കി. അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. വെൽത്തി പാട്രൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ് ആൻഡ്
actively promoted the construction of monasteries and nunneries as well as cathedrals. അപ്പോൾ അവിടുത്തെ സമ്പന്നരായ ജനവിഭാഗം എന്ത് ചെയ്തു? ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ചസ്, അവരുടെ ഇടവകയിലെ ചർച്ചസ്, ദേവാലയങ്ങൾ പിന്നെ മോടി പിടിപ്പിക്കുക, ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ആക്റ്റീവ്ലി പ്രൊമോട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് മൊനാസ്ട്രീസ് ആൻഡ് നനറീസ് ആസ് വെൽ ആസ് കത്തീഡ്രൽ. അപ്പം അവർ എന്തിനൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്, പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തേത് മൊനാസ്ട്രീസ്, സന്യാസി മഠങ്ങൾ, ആൻഡ് നണ്ണറീസ്, സന്യാസിനി മഠങ്ങൾ, പിന്നെ അതുപോലെ കത്തീഡ്രലുകൾ. ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തെ അവിടുത്തെ പിന്നെ വെൽത്തി പാട്രൺസ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇറ്റാലിയൻ സിറ്റീസ് സച്ച് ആസ് ഫ്ലോറൻസ്, മിലാൻ, റോം ആൻഡ് വെനീസ്, patronage of the arts was considered എ സിവിക് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇവിടെ നമ്മൾ കലയും സാഹിത്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളുടെ പേര് പറയാണ്. ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലാൻ, റോം. ഇത് ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളിൽ ഇവിടുത്തെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഓരോ പൗരന്മാരുടെയും ഉത്തരവാദിത്തമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. പിന്നെ ഇറ്റലിയിലെ നഗരങ്ങൾ ഏതൊക്കെ നഗരങ്ങൾ? ഫ്ലോറൻസ്, മിലാൻ, റോം ആൻഡ് വെനീസ്. പാട്രണേജ് ഓഫ് ആർട്സ് വാസ് കൺസിഡേർഡ് എ സിവിക് റെസ്പോൺസിബിലിറ്റി. സിവിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൗരധർമ്മം എന്നാണ് പറയുക. അപ്പോൾ ഇറ്റാലിയൻ നഗരങ്ങളിലെ ഏതൊക്കെയാണ് ഇറ്റാലിയൻ നഗരങ്ങൾ? മിലാന്, റോം, വെനീസ്, ഫ്ലോറൻസ്. ഈ നഗരങ്ങളിലൊക്കെ ഈ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു പൗരധർമ്മമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. In 1453, the Ottoman Turks conquered Constantinople, the capital of the Eastern Roman Empire. അപ്പോൾ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ക്യാപിറ്റലായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ഓട്ടോമൻ തുർക്കികൾ എന്ത് ചെയ്തു? കീഴടക്കി. ഓക്കെ, ഇതാണ് പറയുന്നത്. 1453 പിന്നെ ഈ തുർക്കികൾ എന്ത് ചെയ്യാണ്? കിഴക്കൻ റോമ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. ഓക്കെ, then the city was a center of many scholars who possessed manuscripts of ancient Greco-Roman literary works. In the aftermath of the Turkish conquest, these scholars migrated to Italian cities, bringing their manuscript with them. അപ്പോൾ നോക്കാം, നമ്മൾ കലകളെ കുറിച്ചല്ലേ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ തുർക്കികൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരുണ്ടായിരുന്നു, സ്കോളേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ കൈവശം ഒരുപാട് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കൈയെഴുത്ത് പ്രതികളൊക്കെ ആയിട്ട് ഇവരെങ്ങോട്ട് പോയി? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആസ് എ റിസൾട്ട് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് പ്രീവിയസ്ലി കൺഫൈൻഡ് ടു യൂണിവേഴ്സിറ്റീസ് ഡ്യൂറിങ് ദ മിഡിൽ ഏജസ് ബെഗാൻ ടു സ്പ്രെഡ് ടു ലൈബ്രറീസ്. അപ്പോൾ ഇവരിങ്ങനെ ഇറ്റലിയിലേക്കൊക്കെ പലായനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് പിന്നെ മധ്യകാലത്ത് പിന്നെ ഒരുപാട് സർവകലാശാലകളിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളൊക്കെ എന്താണ് വിവിധ ഗ്രന്ഥാലയങ്ങളിലേക്കൊക്കെ വ്യാപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, ദ കവേർജൻസ് ഓഫ് വെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം ക്രിയേറ്റഡ് എ ഫെർട്ടൈൽ ഗ്രൗണ്ട് ഫോർ ആർട്ടിസ്റ്റിക് ഇന്നോവേഷൻ ആൻഡ് കൾച്ചറൽ എക്സ്പെരിമെൻറ്റേഷൻ. അപ്പം കലാപരമായിട്ടുള്ള പിന്നെ പുരോഗതി ഉണ്ടാവുകയും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സാംസ്കാരിക രംഗത്ത് ഉള്ള എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അവിടുത്തെ പൊളിറ്റിക്കൽ ഫ്രീഡം, രാഷ്ട്രീയ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമ്പത്തും ഇതൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. കോൺസിക്വൻ്റ്ലി നോവൽ ഐഡിയാസ് ബെഗാൻ ടു എമേർജ് ഇൻ ദ കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്ഫിയേഴ്സ്. അപ്പോൾ കാലക്രമേണ ഇല്ലെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ സാംസ്കാരിക രംഗത്ത് കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ സ്ഫിയേഴ്സ് എന്ന് പറഞ്ഞാൽ വൈജ്ഞാനിക മേഖല. അപ്പം സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുതിയ പുതിയ കൺസെപ്റ്റ്സ്, പുതിയ പുതിയ ആശയങ്ങളൊക്കെ പ്രകടമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ. നെക്സ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, പേജ് നമ്പർ 13 ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ നമ്മുടെ മാനവികതയുടെ ആശയങ്ങളുടെ രൂപം കൊള്ളുന്നത്, ഇത് ഹ്യൂമനിസം എന്ന കൺസെപ്റ്റ് എങ്ങനെ എമേർജ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ മിഡിൽ ഏജസ് വേർ പ്രെഡമിനൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ട് നോൺ ആസ് സ്കോളാസ്റ്റിസിസം. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു തത്വശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്. ഓക്കെ, ദ മിഡിൽ ഏജസ് വേർ പ്രെഡമിനൻ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് തോട്ട് നോൺ ആസ് സ്കോളാസ്റ്റിസിസം. അപ്പം മധ്യകാലഘട്ടത്തിലെ പ്രധാനമായും സ്വാധീനിച്ചിരുന്ന ഒരു
തത്വശാസ്ത്രമായിരുന്നു എന്ത് സ്കോളാസ്റ്റിസിസം എന്ന് പറയുന്നത്, വിച്ച് വാസ് ഡീപ്ലി റൂട്ടഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. അപ്പം ക്രിസ്ത്യൻ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു തത്വശാസ്ത്രമായിരുന്നു ഇത്. ഓക്കെ, ദെൻ ഓൾദോ സ്കോളാസ്റ്റിസം എൻകറേജ്ഡ് നോളജ് ആൻഡ് റിസർച്ച്. അതുപോലെ തന്നെ സ്കോളാസ്റ്റിസിസം ഈ പറഞ്ഞ ചിന്ത ഇല്ലെങ്കിൽ തത്വശാസ്ത്രം എങ്ങനെയായിരുന്നു വിജ്ഞാനത്തെയും അതായത് അറിവിനെയും അതുപോലെ തന്നെ റിസർച്ച് അന്വേഷണങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇറ്റ് പ്രിയോറിറ്റൈസ്ഡ് ദ ഡിവൈൻ ആൻഡ് ദ ആഫ്റ്റർ ലൈഫ്. പക്ഷേങ്കിൽ ഇത് കൂടുതലും ഊന്നൽ കൊടുത്തത് എന്തിനാണെന്ന് വിചാരിച്ചാൽ പരലോക ജീവിതത്തിനും അതുപോലെ തന്നെ ദൈവത്തിനുമായിരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു തിയറി പറയാണ്. എന്താണ് തിയറിയുടെ പേര്? സ്കോളാസ്റ്റിസിസം എന്നാണ്. മധ്യകാല ലോകത്ത് പ്രധാനമായും സ്വാധീനിച്ചിരുന്ന ഒരു തത്വശാസ്ത്രമാണ് സ്കോളാസ്റ്റിസിസം. അതേസമയം ഈ സ്കോളാസ്റ്റിസിസം അറിവിനെ നോളജിനെയും ഇതിലെ വൈജ്ഞാനിക ചിന്തയെയും അതുപോലെ അന്വേഷണത്തെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഇത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്താണ്? ഡിവൈൻ ആൻഡ് ദ ആഫ്റ്റർ ലൈഫിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പരലോക ജീവിതത്തിനും അതുപോലെ ദൈവത്തിനൊക്കെയാണ് കുറച്ചുകൂടി ഊന്നൽ കൊടുത്തതെന്ന് പറയുന്നു. ഓക്കെ, കൺസെപ്റ്റ് of humanism emerged as a departure from Christian theology, emphasizing the significance of human experience, world life and traditional inquiry. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സ്കോളാസ്റ്റിസിസം എന്നത് ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടാണെങ്കിൽ പിന്നീട് നമ്മളിവിടെ പറയുന്നത് ഇതിനെക്കുറിച്ചാണ്, മാനവികത, ഹ്യൂമനിസത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അവിടെ ദൈവത്തിനും പരലോകത്തിനുമായിരുന്നു ഊന്നൽ നൽകിയതെന്ന് പറഞ്ഞത്. ഇവിടെ നമ്മൾ പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തത് മനുഷ്യനാണ്. അതുപോലെ തന്നെ പരലോകത്തിൻ്റെ ഓപ്പോസിറ്റായ വേൾഡ് ലൈഫ്, ഇഹലോകത്തിനും അതുപോലെ തന്നെ റാഷണലിസം, യുക്തിചിന്ത, നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് പറഞ്ഞത്. അപ്പോൾ ഈ യുക്തിചിന്തക്കൊക്കെയാണ് ഈ മാനവികത അഥവാ ഹ്യൂമനിസം എന്ന പറഞ്ഞ ആശയം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അത്തരത്തിലുള്ള ആശയമാണ് രൂപപ്പെട്ടു വരുന്നത്. Humanists highlighted the uniqueness, emotions, capabilities, literary expressions and communication skills inherent in humanity. അതായത് ഇവിടെ ഹ്യൂമനിസ്റ്റ് ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഒന്ന്, യുണീക്ക്നെസ്, മനുഷ്യൻ്റെ ഇമോഷൻസും അവരുടെ കേപ്പബിലിറ്റിയും. അവിടെ യുണീക്നെസ് എന്ന് പറഞ്ഞാൽ അതുല്യത, ലിറ്റററി എക്സ്പ്രഷൻ, മനുഷ്യ സഹജമായ അവരുടേതായ രീതിയിലുള്ള സാഹിത്യവാസനകളിലെ അവരുടെ എഴുത്തുകൾ, ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സംഭാഷണങ്ങൾ, ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് കിട്ടിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, the paradigm shift was founded on the transformation from the theological perspective to a human-centered ഔട്ട്ലുക്ക്. അപ്പം അതുവരെ ദൈവികമായ ദൈവകേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വീക്ഷണത്തിലേക്ക് അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു പരിവർത്തനം നടക്കുമായിരുന്നു അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഹ്യൂമനിസം ഓൾസോ അക്കോമഡേറ്റഡ് ഡിസെൻഡിങ് വോയിസസ് ആൻഡ് ക്രിറ്റിസിസം. അപ്പോൾ ഇതുപോലെ നെക്സ്റ്റ് പറയാണ്, മുമ്പൊക്കെ നമുക്ക് മതപരമായ കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഹ്യൂമനിസം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഹ്യൂമനിസം ഓൾസോ അക്കോമഡേറ്റഡ് ഡിസെൻഡിങ് വോയിസസ് ആൻഡ് ക്രിറ്റിസിസം. അവരെന്ത് ചെയ്യുന്നു? വിയോജിപ്പുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വിമർശനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മാനവികതയിൽ ഇത്തരത്തിലുള്ള ഇതിനൊക്കെ സ്ഥാനം ലഭിച്ചു എന്നാണ് പറയുന്നത്. ഹ്യൂമനിസം ഓൾസോ അക്കോമഡേറ്റഡ് ഡിസെൻഡിങ് വോയിസസ് ആൻഡ് ക്രിറ്റിസിസം, ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി ഓഫ് റിലീജിയസ് ഡോഗ്മ ആൻഡ് ഡൊമിനേഷൻ. അപ്പോൾ അതുവരെ ഉണ്ടായ മത ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. മതാധിപത്യത്തെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി, മതസിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അത് ആ ഹ്യൂമനിസം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് അതാണ്. ഹ്യൂമനിസം ഓൾസോ അക്കോമഡേറ്റഡ് ഡിസെൻഡിങ് വോയിസ് ആൻഡ് ക്രിറ്റിസിസം ആൻഡ് ക്വസ്റ്റ്യനിങ് ദ അതോറിറ്റി ഓഫ് റിലീജിയസ് ഡോഗ്മ ആൻഡ് ഡൊമിനേഷൻ. ഇതാണ് ആ പാരഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാനുള്ള. ക്ലിയർ ആയോ മക്കളെ? During this period, people avidly read ancient Greco-Roman works. The Arabs played a significant role in disseminating the ideas of ancient Greek philosopher Aristotle throughout Europe. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? റീഡ് ആൻഷ്യൻ ഗ്രീക്ക് റോമൻ വർക്ക്സ്. അപ്പം പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങളൊക്കെ അവർ വായിക്കാൻ വേണ്ടി തുടങ്ങി. ദ അറബ്സ് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഡിസിമിനേറ്റിംഗ് ദ ഐഡിയാസ് ഓഫ് ദ ആൻഷ്യൻ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ത്രൂ ഔട്ട് യൂറോപ്പ്. ഒരു പുരാതന ഗ്രീക്ക് ഫിലോസഫറാണ്, ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അറബികൾ എവിടെ പ്രചരിപ്പിച്ചു? യൂറോപ്പിൽ പ്രചരിപ്പിച്ചു. ഹ്യൂമനിസ്റ്റ് പ്രൊഡ്യൂസ്ഡ് വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് ക്രിയേറ്റഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദ ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. അതുപോലെ തന്നെ ഹ്യൂമനിസ്റ്റ് എന്ത് ചെയ്യാണ്? അവർ റീജിയണൽ ലാംഗ്വേജിൽ, പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുന്നു. ആൻഡ് ക്രിയേറ്റഡ് പെയിൻറ്റിങ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഇൻ ദ റോമൻ സ്റ്റൈൽ, ഗ്രീക്കോ റോമൻ സ്റ്റൈൽ. അപ്പോൾ ഈ ഗ്രീക്കോ റോമൻ ശൈലിയിൽ അവരെന്ത് ചെയ്യാണ്? ചിത്രങ്ങൾ വരയ്ക്കുന്നു, പ്രതിമകൾ നിർമ്മിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നു.
Although ancient Greco-Roman civilization served as their primary source of inspiration, the humanist perspective was distinctly different. അപ്പം അടുത്ത സെൻറ്റൻസ് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ വന്നതെന്നും അതുപോലെ അവരുടെ ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങളൊക്കെ വർദ്ധിച്ച താല്പര്യത്തോടെ ജനങ്ങൾ വായിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേങ്കിൽ അവിടെ ഈ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളാണ് ഇവർക്ക് പ്രചോദനമെങ്കിലും അതിൽ നിന്ന് കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രീക്കോ റോമൻ കൾച്ചറിൽ ഏത് തരത്തിലായിരുന്നു ഇവരുടെ ചിത്രങ്ങൾ നോക്കിയേ. ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ സെർവ്ഡ് ആസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ. ദ ഹ്യൂമനിസ്റ്റ് പെർസ്പെക്റ്റീവ് വാസ് ഡിസ്റ്റിങ്ക്ട്ലി ഡിഫറെൻറ്റ് ബിക്കോസ് എന്താണ്, ഗ്രീക്കോ റോമൻ ആർ ഡെപ്പിക്റ്റഡ് ഗോഡ്സ്, ദ വെൽത്തി ആൻഡ് ദ പവർഫുൾ. അപ്പോൾ ഈ ഗ്രീക്കോ റോമൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഗ്രീക്കോ റോമൻ ആർട്സിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവത്തെയും സമ്പന്നരെയും അതുപോലെ തന്നെ പവർഫുൾ എന്ന് പറയുമ്പം കുറച്ച് ശക്തരായ ആൾക്കാരെയാണ്, ഇല്ലെങ്കിൽ ശക്തരായവരെയും സമ്പന്നരെയും ദൈവത്തെയാണ് അവർ കൂടുതലായിട്ട് ചിത്രീകരിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിനെയൊക്കെ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, ഓൾ ഇസ് ബ്യൂട്ടി ആൻഡ് സ്പ്ലെൻഡർ, അതിൻ്റെ ഏറ്റവും നല്ല പീക്ക് ലെവലിൽ ആവിഷ്കരിക്കാനാണ് ആദ്യം ശ്രമിച്ചിരുന്നത്. പക്ഷേ ഹവർ റിനൈസൻസ് ആർട്ട് റെപ്രസെൻറ്റഡ് ഹ്യൂമൻ ബീയിങ്സ് ഇൻ ഓൾ ഇറ്റ്സ് നാച്ചുറൽനെസ്. അപ്പം നോക്കുക, എന്നാൽ നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാന മനുഷ്യരെ അതിൻ്റെ നാച്ചുറൽനെസ് സ്വാഭാവികതയോടെ ചിത്രീകരിക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെ കോപ്പി ചെയ്തിട്ടില്ല. പ്രചോദനം ഉൾക്കൊണ്ടത് അവിടെ നിന്നാണെങ്കിലും അതിൽ പിന്നീട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. The numerous works of art and literature produced during the Renaissance period bear testimony to this shift. അപ്പം നമുക്ക് ഈ റിനൈസൻസ് നവോത്ഥാന കാലഘട്ടത്തിലെ ആർട്സ് കലകളിൽ നിന്നൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഹ്യൂമനിസം ലേറ്റർ ബിക്കേം എ സോഴ്സ് ആൻഡ് ഇൻസ്പിറേഷൻ ഫോർ ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചസ് അക്രോസ് വേരിയസ് സ്ഫിയേഴ്സ് ഇൻക്ലൂഡിംഗ് പെയിൻറ്റിംഗ്, ആർക്കിടെക്ചർ, ലിറ്ററേച്ചർ, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, സയൻസ് ആൻഡ് റിലീജിയൻ. പിൽക്കാലത്ത് പിന്നീട് എന്ത് സംഭവിച്ചു, ഈ മാനവികത എന്താണ്, ചിത്രകല, സാഹിത്യം, രാഷ്ട്രീയം, ശില്പകല, ചരിത്രം, ശാസ്ത്രം, റിലീജിയൻ, മതം തുടങ്ങിയ എല്ലാ മേഖലകളിലും മാറ്റത്തിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദ റിനൈസൻസ് ഇൻ എസെൻസ് എംബഡീസ് ദീസ് ചേഞ്ചസ്. അപ്പോൾ ഈ മാറ്റങ്ങളെ ആണ് നമ്മൾ എന്താ പറയുക, നവോത്ഥാനം എന്ന് പറയുക. ഈ ചേഞ്ചസിന് നമ്മൾ നവോത്ഥാനമായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം ഇമ്പാക്ട് ദ കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി? മാനവികതയുടെ കടന്നുവരവ് ലോക ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നൊരു ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജ് നമ്പർ 13 ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ എന്ന ഭാഗത്ത് മനസ്സിരുത്തി പഠിച്ചാണെങ്കിൽ നമുക്ക് ആ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. എന്താണ് ആ സ്കോളാസ്റ്റിസിസം? അപ്പോൾ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് ഈ ക്രിസ്ത്യൻ തിയോളജി ബേസ്ഡ് ആയിരുന്നു. പിന്നീട് അതിൽ മാറ്റം വരുന്നു. ഏതൊക്കെ രീതിയിലാണ് ഹ്യൂമനിസത്തിൻ്റെ ഇമ്പാക്ട്സ് ഉണ്ടാവുന്നത്, അതിനുശേഷം കലയിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്, ഗ്രീക്കോ റോമൻ വർക്ക്സ് നിന്ന് എന്താ പറയുക പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ആ വർക്കുകൾ വരുന്നത്. പക്ഷേ പിന്നീട് അതിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഏതൊക്കെ രീതിയിലാണ് അത് സ്വാധീനം ഉണ്ടായത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ മനസ്സിലൊന്ന് സേവ് ആക്കി വെക്കുക. എന്നിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞപാട് ഞങ്ങൾ എന്തായാലും ആൻസർ കംപ്ലീറ്റ് ആയിട്ട് തരും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കുന്നത് റിനൈസൻസ് ആർട്ട്, നവോത്ഥാന കലയാണ്. നോക്കുക, പെയിൻറ്റിങ്സ് ഫ്രോം ദ മിഡിൽ ഏജസ് ആൻഡ് ദ റിനൈസൻസ് പീരീഡ് ആർ ഗിവൺ ഹിയർ. Although the themes are similar, distinct differences are evident in their style. Can you identify the difference? നമ്മൾ തൊട്ട് മുകളിൽ കാണുന്നത് നവോത്ഥാന കാലത്തെയും മധ്യകാലത്തെയും ചിത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ രണ്ടിനെയും തീം എന്ന് പറയുന്നത് ഒന്നാണ് അല്ലേ. നമ്മളെ ചിത്രം കാണുമ്പോൾ തീംസ് സിമിലറാണ്. പക്ഷേങ്കിൽ ചിത്രത്തിൽ നമുക്ക് ഒരുപാട് വ്യത്യസ്തങ്ങൾ കാണാൻ പറ്റും. എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ കാണാൻ പറ്റുന്നത് നോക്കിയേ. നോട്ടബിളി മിഡിൽ ഏജ് പെയിൻറ്റിങ്സ് tend to emphasize spiritual themes such as angels and heavenly realms. ഓക്കെ, ആദ്യത്തെ മിഡീവൽ പെയിൻറ്റിങ്ങിലേക്ക് നോക്കാം. മധ്യകാല ചിത്രം കാണുന്ന സമയത്ത് നമുക്കവിടെ ഒരു എന്താ പറയുക, ഒരു ദൈവീകത ആ ചിത്രത്തിന് കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്, സ്പിരിച്വൽ തീമാണ്. ആൻഡ് ഓൾസോ സച്ച് ആസ് ഏഞ്ചൽസ് ആൻഡ് ഹെവൻലി റെലംസ്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്, മാലാകമാർ. ഹെവൻലി റെലംസ് പറഞ്ഞാൽ ഒരു സ്വർഗീയതയൊക്കെ നമുക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റും അല്ലേ. ഒരു ദൈവീകത അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും. ആത്മീയ ഘടകങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തായിട്ട് നമുക്ക് തോന്നും.
ഓക്കെ, അടുത്ത ചിത്രം നോക്കിയേ. വേറാസ് റിനൈസൻസ് പെയിൻറ്റിങ്സ് ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ഹ്യൂമൻ ഫോം, ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് സോഴ്സ് ഓഫ് കളേഴ്സ്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നാച്ചുറൽനെസ് കൂടുതലാണ് റിനൈസൻസ് വർക്കുകൾക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു ചിത്രമായിട്ടാണ് നമുക്ക് തോന്നുക അല്ലേ. ശരീരത്തിൻ്റെ സൗന്ദര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, കളറൊക്കെ ഉപയോഗിച്ചതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വെറാസ് റിനൈസൻസ് പെയിൻറ്റിങ് ഫോക്കസ് ഓൺ ദ ബ്യൂട്ടി ഓഫ് ദ ഹ്യൂമൻ ഫോം ആൻഡ് ഒറിജിനാലിറ്റി ആൻഡ് നാച്ചുറലിസ്റ്റിക് യൂസ് ഓഫ് കളേഴ്സ്. അപ്പോൾ കളറിൻ്റെ ഉപയോഗത്തിലൊരു സ്വാഭാവികത കാണാം, അതുപോലെ തന്നെ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചേഞ്ചാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ദിസ് ഷിഫ്റ്റ് ഇൻ ആർട്ടിസ്റ്റിക് ഫോക്കസ് വാസ് എ ഹോൾമാർക്ക് ഓഫ് റിനൈസൻസ് പീരീഡ് ഡ്യൂറിങ് വിച്ച് ഫീൽഡ്സ് ലൈക്ക് പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, ആർക്കിടെക്ചർ അണ്ടർവെന്റ് പ്രൊഫൗണ്ട് ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഈ നവോത്ഥാന കാലഘട്ടത്തിൽ വാസ്തുവിദ്യയിലും അതുപോലെ ശില്പകലയിലും ചിത്രകലയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, then Florence, one of the major commercial centers in Europe, was also the center of Renaissance Italy. അടുത്തൊരു നഗരത്തിൻ്റെ പേര് പറയാണ് ഫ്ലോറൻസ് യൂറോപ്പിലെ പ്രധാനപ്പെട്ടൊരു വാണിജ്യ കേന്ദ്രത്തിലൊന്നാണ്, പ്രധാനപ്പെട്ട നഗരമാണ്. അപ്പം ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാനപ്പെട്ട സെൻറ്റർ എന്ന് പറയുന്നത് ഫ്ലോറൻസ് ആണ്. ഇത്രയും കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അടുത്ത് പെട്ടെന്ന് തന്നെ ക്ലാസ് ഇട്ടിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എടുക്കേണ്ട ഭാഗം 14 പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 14 പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഉടൻ തന്നെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.